ഹലോ മാം. മാം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? ഓ കാണുന്നുണ്ടോ? കാണാടാ, പറഞ്ഞു. അതെ, ഈ ചില സമയത്ത് ഈ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് അസേർഷൻ എറർ വരുന്നുണ്ട്. ഓക്കെ, ചില സമയത്ത് വരുന്നില്ല എന്നാണോ? ചില സമയത്ത് നമ്മൾ ഓൾറെഡി ഇംപ്ലിസിറ്റ് വെയിറ്റ് കൊടുത്തിട്ടില്ലേ? അത് അത് ചില ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആയി പോവും. ഓക്കെ, അത് പ്രശ്നമില്ല. ടെസ്റ്റ് കേസ് ഫ്ലേക്കി ആവുന്നതൊക്കെ നോർമൽ ആണ് നമ്മുടെ ഇതിൽ. അതായത് നെറ്റ്വർക്കിന്റെ സ്പീഡ് കൊണ്ടൊക്കെ, നെറ്റ്വർക്കിന്റെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ലോഡ് കൂടുമ്പോഴൊക്കെ ചിലപ്പോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട് നമുക്ക്. ഓക്കെ, എനിക്ക് എപ്പോ റൺ ചെയ്താലും ഏതെങ്കിലും ഒരു ടെസ്റ്റ് കേസിൽ എറർ വരും. അത് കുഴപ്പമില്ല, അത് നോർമൽ ആണ് കേട്ടോ, അതൊന്നും കുഴപ്പമില്ലേ. ഓ, ഓക്കെ ഓക്കെ. പിന്നെ മാം, സത്യത്തിൽ നമ്മൾ ഈ യൂട്ടിലിറ്റീസ്, നമ്മൾ ഈ പേജ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്തില്ലേ ഇന്നലെ? അപ്പൊ അത് ഈ ഡ്രോപ്പ് ഡൗണിന്റെ കേസിൽ മാത്രമാണോ? അതിൽ മാത്രം എഴുതിയാ മതി. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് അവിടെ മാത്രമല്ലേടാ ആക്ച്വലി ഇത് വരുന്നുള്ളൂ. ഏതാണ്? അവിടെ മാത്രമല്ലേടാ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കുറെ ലൈൻസ് വരുന്നതിനെ ഷോർട്ടൻ ചെയ്യാനാണോ നമ്മൾ ഷോർട്ടൻ ചെയ്യാൻ, യൂസ് അതായത് ചെയ്യുന്നത്? നമ്മൾക്ക് വീണ്ടും റീയൂസബിൾ കോഡ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ യൂട്ടിലിറ്റീസിൽ എഴുതിയത്. അപ്പൊ നമ്മൾ ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് ഇവിടെ എഴുതുന്നതും ഒരു പേജ് യൂട്ടിലിറ്റി വിളിക്കുന്ന നമ്മൾ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ആവശ്യമില്ലാതെ ഒരു ഫംഗ്ഷൻ കോൾ കൂടെ നടത്തുന്നു എന്നല്ലേ ഉള്ളൂ. അതെ അതെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യാഞ്ഞത്. ഓക്കെ, ഇത് ഇവിടെ സെപ്പറേറ്റ്ലി ആഡ് ചെയ്താൽ അവിടെ പേജിനകത്ത് നമുക്ക് ഒറ്റ ലൈനിൽ ഒതുക്കാം. അതുകൊണ്ട് അപ്പം യൂട്ടിലിറ്റീസിന്റെ യൂസേജ് സത്യത്തിൽ ഏത് യൂട്ടിലിറ്റി, ഇതിലേത് യൂട്ടിലിറ്റി എടുക്കുകയാണെങ്കിലും ശരി, അതായത് റീയൂസബിൾ കോഡിനെ സ്റ്റോർ ചെയ്യാനാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ പാക്കേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അതിന്റെ ഒരു കാര്യം കൂടെ, ഇത് നമ്മൾ എന്തിനാ സത്യത്തിൽ ക്രിയേറ്റ് ചെയ്തേ? അത് നമ്മൾ ചെയ്യാൻ പോവാടാ. നമ്മൾ ഇന്നലെ കോൺസ്റ്റന്റ് മാത്രം ചെയ്ത് വെച്ചു, ബാക്കി നമ്മളിപ്പോ ചെയ്യും. ഓ, ഓക്കെ ഓക്കെ, ഇതായിരുന്നു. അത്രേ ഉള്ളൂ. കൃഷ്ണമർ എന്താടാ പറയാൻ വന്നേ? പറഞ്ഞോ. അല്ല, എനിക്ക് വേറെ ടൈപ്പ് എററാ വരുന്നോ? എന്ത് എററാടാ? ഓക്കെ, കോഡ് എടുത്തേ. ലൈൻ നമ്പർ ലോഗിൻ പേജ് എടുത്തോളൂ. ലോഗിൻ അണ്ടർസ്കോർ പേജ് എടുക്കൂ. താഴേക്ക് വരൂ. വെയിറ്റ് അണ്ടിൽ ക്ലിക്കബിൾ ഓഫ്, അത് ഞാൻ ഇന്നലെ പറഞ്ഞ കറക്ഷൻ ആയിരുന്നല്ലോടാ. ഡ്രൈവർ കോമ വെയിറ്റ് അണ്ടിൽ ക്ലിക്കബിൾ ബ്രാക്കറ്റ്സിൽ സെൽഫ് ഡോട്ട് ഡ്രൈവർ കോമ ലൈൻ നമ്പർ 21 സെൽഫ് ഡോട്ട് ഡ്രൈവർ കോമ ബ്രാക്കറ്റ്സ് അല്ല, അവിടെ ഇല്ലടാ, അതാ അത് ആസ് ഓഫ് നൗ അവിടെ നിൽക്കട്ടെ. അതിന് തൊട്ട് മുൻപ് ടൈപ്പ് ചെയ്ത ബ്രാക്കറ്റ്സിൽ സെൽഫ് ഡോട്ട് ഡ്രൈവർ കോമ ബ്രാക്കറ്റ്സ് വീണ്ടും ഇടണ്ട. അഡീഷണൽ ബ്രാക്കറ്റ് എന്തിനാ? ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ടൈപ്പ് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് അവിടെ എത്ര പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. വെയിറ്റ് അണ്ടിൽ ക്ലിക്കബിള് സ്റ്റാർ എടുത്ത് റിമൂവ് ചെയ്തേടാ. സ്റ്റാർ ഡോട്ട് ഡ്രൈവർ കോമ സെൽഫ് ഡോട്ട് ലോഗിൻ അണ്ടർസ്കോർ ബട്ടൺ അണ്ടർസ്കോർ ലൊക്കേറ്റർ.
സെൽഫ് ഡോട്ട് മനസ്സിലായില്ല മിസ് എങ്ങനെ എടാ സെൽഫ് ആ ഡോട്ട് വെയിറ്റ് അൺടിൽ ക്ലിക്കബിളിന്റെ അവിടെ കൊണ്ട് ഹോവർ ചെയ്യാമോ? ആ അവിടെ എത്ര പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ട്? ആ ഹോവർ ചെയ്ത പതിൽ എത്ര പാരാമീറ്റേഴ്സ് ആയിട്ടാ കാണുന്നേ? 2. 2. നമ്മൾ ഒന്നല്ലേ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് എറർ അടിച്ചത്. അപ്പൊ എന്ത് ചെയ്യാം, അതിൽ ആദ്യത്തെ പാരാമീറ്റർ ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ആണ്. അവിടെ പാസ് ചെയ്തോളൂ സെൽഫ് ഡോട്ട് ഡ്രൈവർ കോമ, അത് കറക്റ്റാ. സെൽഫ് ഡോട്ട് അത് കറക്റ്റാടാ, സെൽഫ് ഡോട്ട് ഡ്രൈവർ കറക്റ്റാ, കോമയല്ല ഡോട്ട് കൊടുക്കൂ. ഡ്രൈവർ കഴിഞ്ഞൊരു കോമ കൊടുത്തേ, സെൽഫ് ഡോട്ട് മതി. ഒരു വട്ടം കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഈ കറക്ഷൻ എല്ലായിടത്തും ചെയ്യാം കേട്ടോ. എല്ലാ പേജ് ക്ലാസ്സിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ ഇനി. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിനിങ് ആണേ. ഇത് നമുക്ക് ചെയ്യാം, കോൺസ്റ്റന്റ് നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ചെയിനിങ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ചെയിനിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മളുടെ ടെസ്റ്റ് കേസിൽ കുറേ നമ്പർ ഓഫ് ലൈൻസ് എടുക്കുന്നുണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, ഇല്ലേ? നമ്മൾ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനിൽ നമുക്ക് ടോട്ടൽ എത്ര നമ്പർ ഓഫ് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്? ഒരു എങ്ങനെ പോയാൽ ഒരു 8, 9, 10 ലൈൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കുണ്ട്, ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ചെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ 2 കൈൻഡ് ഓഫ് ചെയിനിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെയിനിങ് ഓഫ് പേജസും അപ്ലൈ ചെയ്യുന്നുണ്ട്, ചെയിനിങ് ഓഫ് ക്ലാസ്സസും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയിനിങ് ഓഫ് ഫങ്ഷൻസിൽ നമ്മൾ ചെയിനിങ് ഓഫ് ഫങ്ഷൻസിലും ക്ലാസ്സിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ചെയിനിങ് എന്താണ് എന്ന് ക്ലിയർ ആണോ? ചെയിനിങ് എന്ന ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആണോ? മനസ്സിലായില്ല മിസ്. പറയാം ഇവിടെ. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ടെസ്റ്റ് കേസിൽ എത്ര ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടടാ? ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. അയ്യോ, അറ്റ് ദ മിനിമം ഓഫ് 6 or 7 ലൈൻസ് ഉണ്ട്, ഇല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലൈൻസ് ബീങ് എക്സിക്യൂട്ടഡ് ആണ്.
പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓരോ ഫോൾഡറിലെ ഫയൽസ് ആക്സസ് ചെയ്യുന്നതിന് ടൈം പോകൂല. അത് വേറൊരു ഫയലിലെ കോഡല്ലേടാ. ഈ പാക്കേജസ് ബിറ്റ്വീനിലെ ഇന്ററാക്ഷൻസ് വേഗം നടക്കും. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ് കൂടുതൽ ടൈം എടുക്കുക. മനസ്സിലായോ? ഇതെല്ലാം മില്ലി സെക്കൻഡ്സിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ. അതായത് ഇതിനൊന്നും നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. അതായത് മില്ലി സെക്കൻഡ്സിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ടെസ്റ്റ് കേസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ലെസ്സർ ദ ടൈം ഓഫ് എക്സിക്യൂഷൻ മോർ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾക്ക് നമ്മുടെ ടെസ്റ്റ് എക്സിക്യൂഷന്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. മനസ്സിലായോടാ? ഓക്കെ. ക്ലിയർ ആണോടാ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം? അതായത് ഈ ക്ലാസ്സിനെ വീണ്ടും ക്ലാസ് കണക്കാക്കുമെന്നാണോ പറഞ്ഞത്? അല്ല, ക്ലാസ്സിനെ നമ്മൾ ഇനി ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ക്ലാസ്സിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ കോഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കോഡിനെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. ഓക്കെ, എങ്ങനെയാ ചെയ്യാന്ന് പറയാം. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോ അതിന്റെ റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാല് വെറുതെ മാഡം മോൾ ഉറങ്ങിയോ നോക്കിയതാ. ഓക്കെ, അപ്പൊ ചെയിനിങ്ങിന്റെ റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂളാണ് വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ് should be present in the respective page classes according to its UI visibility. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ ആണിത്. അതായത് നമ്മൾ ലോഗിൻ പേജ്, ഹോം പേജ്, അഡ്മിൻ പേജ്, ന്യൂസ് പേജ് 4 പേജ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? റൂൾസ് ഓഫ് ചെയിനിങ്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോന്നിലും കൊടുക്കുന്ന കണ്ടന്റ്, അതായത് ഇപ്പൊ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡിന്റെ ഇന്ററാക്ഷൻ, എന്റെ യൂസർ നെയിം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ. ആ എൻ്റർ യൂസർ നെയിം എന്ന് പറയുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ലോഗിൻ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ ഫയലിൽ മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഹോം പേജ് ഡോട്ട് പി വൈയിൽ പാടില്ല, അഡ്മിൻ പേജ് ഡോട്ട് പി വൈയിൽ പാടില്ല, ന്യൂസ് പേജ് ഡോട്ട് പി വൈയിൽ പാടില്ല. ക്ലിയർ ആണോ? നമ്മൾ മാനുവലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് UI പേജിലാണോ നമ്മളുടെ വെബ് എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതേ പേജിൽ തന്നെ നമ്മുടെ വെബ് എലമെന്റ് ഇന്ററാക്ഷനെയും പ്ലേസ് ചെയ്തിരിക്കണം. റൂൾ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോടാ? ഇനി പറഞ്ഞ ഫസ്റ്റ് റൂൾ ഡൗട്ട് ഉണ്ടോ? അലീന, അനഘ, അഖിലേന്ദു, കൃഷ്ണകുമാർ,
ഒന്നുകൂടെ പറയാവോ? അതായത് ഒന്ന് ഇതിൻ്റെ അകത്ത് നമ്മളുടെ URL ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ജസ്റ്റ് അത് ക്ലോസ് ചെയ്തേക്കും. അതിനെ ലോഗൗട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പൊ നമ്മൾ ഈ കാണുന്ന പേജ് ഏതാണ്? യുഐനെ സംബന്ധിച്ചിട്ടുള്ള ഏത് പേജാണ്? ലോഗിൻ പേജ് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന വെബ് എലമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാ? Enter username, enter password, click ആൻഡ് ലോഗിൻ sign ബട്ടൺ in. ക്ലിക്ക് അല്ലേ? Login. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ സൈൻ അപ്പ്, ഈ 3 എലമെന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസും നമ്മൾ പേജ് ഒബ്ജക്റ്റ് മോഡലിൽ എഴുതുമ്പോൾ നമ്മൾ ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ആ പേജ് ഒബ്ജക്റ്റ് മോഡലിലെ ക്ലാസ്സിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായടാ? അതായത് എന്ത് ചെയ്യാൻ പാടില്ല? ഈ യൂസർ നെയിം ഫീൽഡിന്റെ കോഡിനെ കൊണ്ടുപോയി നമ്മളുടെ വേറെ ഒരു ഫയലിലും, അതായത് ഹോം, അഡ്മിൻ, ന്യൂസ്, ഇതിൽ ഒരു ഫോൾഡറിൽ ഒരു പേജിലും കൊണ്ടുപോയി എഴുതാൻ പാടില്ല. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായടാ? എന്നുവെച്ചാ ഈ കോഡുകളൊന്നും നമ്മള് ആ കോഡല്ലടാ, നമ്മള് ലോഗിൻ പേജിൽ എഴുതിയ കോഡ്. ഈ കോഡുകൾ എൻ്റർ യൂസർ നെയിം, എൻ്റർ പാസ്വേഡ്, ക്ലിക്ക് ലോഗിൻ, ഈ 3 കോഡും ഉണ്ടല്ലോ, ഈ 3 കോഡുകൾ ഒരിക്കലും വേറെ ഒരു പേജ് ക്ലാസ്സിലും എഴുതാൻ പാടില്ല. മനസ്സിലായോ? അത് ഓൾറെഡി തന്നെ അങ്ങനെയുണ്ട്. നമ്മളുടെ എല്ലാ കേസിലും ഒരുപോലെയല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മള് അഡ്മിൻ പേജിലും ന്യൂസ് പേജിലും നമ്മൾ ഓരോ ടൈല് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ? ന്യൂസ് ടൈല്, അതുപോലെ അഡ്മിൻ ടൈല് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മുടെ അഡ്മിൻ ടൈൽ എവിടെടാ? അതാ ക്ലിക്ക് അണ്ടർസ്കോർ അഡ്മിൻ. നമ്മുടെ യുഐയിൽ ഈ ലിങ്ക് എവിടെയാ കിടക്കുന്നേ? നമ്മുടെ യുഐയില് ജസ്റ്റ് എനിക്ക് ഈ ലിങ്ക് ഒന്ന് കാണിച്ചു തരാമോ മാനുവലി? ഈ ലിങ്ക് അല്ലേ, ഈ ടൈലല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നേ? ഈ ടൈല് യുഐന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ എവിടെയാ കിടക്കുന്നേ? ഹോമില്. പക്ഷെ നമ്മളെ കോഡ് എവിടെ എഴുതിയിരിക്കുന്നേ? അഡ്മിൻ പേജിൽ. അപ്പൊ അത് ഇൻകറക്റ്റ് ആണോ ചെയിനിങ്ങിന്റെ റൂൾ വെച്ചിട്ട്? അതെ. ഇപ്പൊ ക്ലിയർ ആയോ ഫസ്റ്റ് റൂള്? ക്ലിയർ ആയോടാ? മനസ്സിലായി. കൃഷ്ണകുമാറിന് ക്ലിയർ ആയോടാ? അലീന ആൻഡ് അഖിലേന്ദു ക്ലിയർ ആണോടാ? ഇനി അടുത്ത റൂളാണ്, ഇഫ് എ interaction with the element doesn't make any change in the
resultant page, then return self. അതായത് നമ്മളുടെ ഇപ്പോൾ എൻ്റർ യൂസർ നെയിം എന്ന് പറയുന്ന ഫീൽഡ് കൺസിഡർ ചെയ്യാകെ, നിങ്ങൾ അതിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഓക്കെ, എൻ്റർ യൂസർ നെയിം എന്ന് പറയുന്ന നമ്മളുടെ ഫീൽഡ്, ആ ഫീൽഡിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ആ സ്പെസിഫിക് ഇൻട്രാക്ഷൻ മാത്രമാണ് ചോദിക്കുന്നത്. എൻ്റർ യൂസർ നെയിം അല്ലെങ്കിൽ എൻ്റർ പാസ്വേഡ് അത് മാത്രം വെച്ചിട്ട് കൺസിഡർ ചെയ്യൂ. നമുക്ക് വേറെ എവിടേക്കെങ്കിലും നാവിഗേഷൻ വരുന്നുണ്ടോ? ഇല്ല. സോ അങ്ങനെയുള്ള എലമെന്റ് ഇന്ററാക്ഷൻസിനെല്ലാം റിട്ടേൺ സെൽഫ് എന്ന് വേണം കൊടുക്കാൻ. മനസ്സിലായടാ? അതെ, ആ ഫങ്ഷൻസിന്റെ ലാസ്റ്റ് റിട്ടേൺ സെൽഫ് എന്ന് വേണം കൊടുക്കാൻ. മനസ്സിലായടാ? മനസ്സിലായോ? അഖിലേന്ദു, അനഘ, കൃഷ്ണകുമാർ, അലീന? ഇനി നമ്മുടെ അടുത്ത റൂളാണ്. ലെറ്റ്സ് ഇനി അടുത്ത റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അതിൽ സൈൻ എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു എലമെന്റിന്റെ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ എവിടേക്കെങ്കിലും നാവിഗേഷൻ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. സോ അങ്ങനെയുള്ള പേജസ് അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് വരുമ്പോൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള പേജിനെ വേണം റിട്ടേൺ ചെയ്യാൻ. അതായത് സൈനിന്റെ വെബ് എലമെന്റ് ഇന്ററാക്ഷന് നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടി വരിക? ഹോം പേജിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടി വരിക. മനസ്സിലായോ? ആ റൂൾ ഒന്ന് പറയോ? ഞാൻ ചാറ്റിൽ ഇട്ടേരാടാ. റൂള് ക്ലിയർ ആണോ? ബേസിക് ആയിട്ട് എന്താണെന്ന് ക്ലിയർ ആണോടാ? ഈ 3 റൂൾസ് ക്ലിയർ ആയോ? എക്സാമ്പിൾ ഒന്നും കൂടെ പറയോ? പറയാം. സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാ നമ്മൾ വാലിഡ് ക്രെഡൻഷ്യൽസ് കൊടുക്കുമ്പോൾ ഒരു നാവിഗേഷൻ നടക്കുന്നില്ലേ? നമ്മളുടെ വാലിഡ് ക്രെഡൻഷ്യൽസ് എൻ്റർ അടിച്ചു, സൈൻ ഇൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് വേറെ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്ന് എടുത്തേടാ, യു ഐ കാണിച്ചു തരാം. യൂസർ നെയിം അടിച്ചു,
പാസ്വേഡ് അടിച്ചു. അപ്പൊ നമ്മൾ ഈ സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തടാ, വേറെ ഏതെങ്കിലും പേജിലേക്ക് നാവിഗേറ്റ് ആയോ? ഇല്ല. എടാ ഇപ്പൊ ഹോം പേജിലേക്ക് നാവിഗേറ്റ് ആയില്ലേ? നമ്മൾ ഇതുവരെ നിന്നത് ഏത് പേജിലായിരുന്നു? ലോഗിൻ പേജില്. ആ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഏത് പേജിലേക്കാ വന്നേ? ഹോം പേജില്. ഒരു നാവിഗേഷൻ സംഭവിച്ചിട്ടില്ലേ അവിടെ? ഓക്കെ. ബട്ട് ഇവിടെ നമ്മൾ എലമെന്റ്സിനൊന്നും ആക്സസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു ചേഞ്ചിന്റെ ടാർഗറ്റ് വന്നില്ലേ? ഓക്കെ. സോ അങ്ങനെ ചേഞ്ച് ഇൻ ദ ടാർഗറ്റ് വരുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ഇൻ ദ ടാർഗറ്റ് ഫയൽ വരുന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പേജിന്റെ, അതായത് ഈ കേസിലാണെങ്കിൽ ഹോം പേജിന്റെ ഒബ്ജക്റ്റിനെ വേണം റിട്ടേൺ ചെയ്യാൻ. മനസ്സിലായോ? മനസ്സിലായടാ? കൃഷ്ണ പറഞ്ഞ സ്ക്രീൻ ഷെയർ ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ, ഫയലല്ല URL ഒന്ന് ഓപ്പൺ ചെയ്തേ. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻ്റർ അടിച്ചോളൂ, സൈൻ ഇൻ ചെയ്യൂ. ഇനി ഇതില് ഞാൻ അവിടെ അഡ്മിൻ ഐക്കണിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഹോമിൽ എഴുതിയ ടെസ്റ്റ് കേസ്. ഓക്കെ, ഇപ്പൊ കറന്റ്ലി ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് തൊട്ട് മുൻപ് വരെ എവിടെയാ നിൽക്കുന്നത്? ഹോം പേജില്. വൺസ് ലോഗ് ഔട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ? സൈൻ ഇൻ പേജ്, ലോഗിൻ പേജ്, എനിത്തിങ് ഈസ് ഫൈൻ. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ മൂന്നാമത്തെ റൂള് വെച്ചിട്ട് ഈ ലോഗ് ഔട്ടിന്റെ ക്ലിക്ക് എഴുതിയിട്ടുള്ള ഫംഗ്ഷന് എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടി വരിക? സൈൻ ഇൻ പേജ്. കറക്റ്റ്, അതാണ് റൂള്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേടാ ഞാനിപ്പോ പറഞ്ഞ 3 റൂൾസ്? ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യൂ, നമ്മളുടെ പൈച്ചാമിലേക്ക് വരാം. പേജസ് പാക്കേജില് നമ്മളുടെ ലോഗിൻ പേജില് ഞാൻ ഈ പറഞ്ഞ റൂൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുവോ? അതായത് ലോഗിൻ അണ്ടർസ്കോർ പേജിൽ നമുക്ക് 3 ഇന്ററാക്ഷൻസ് ഉണ്ട്. ആ 3 ഇന്ററാക്ഷൻസിൽ ഞാൻ ഈ പറഞ്ഞ 3 റൂൾസ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാമോ? അനഘ പറഞ്ഞേ, നമ്മളുടെ ലോഗിൻ പേജില് എങ്ങനെയായിരിക്കും റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നേ?
enter_username. ഫസ്റ്റ് ആ എലിമെന്റ് ഇന്ററാക്ഷൻ കൺസിഡർ ചെയ്യാം. enter_username എന്ന് പറഞ്ഞിട്ടുള്ള enter_username എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ഈ പറഞ്ഞ 3 റൂൾസിൽ ഏതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? returns self. റിട്ടേൺ സെൽഫ്. ഇംപ്ലിമെന്റ് ചെയ്തോടാ. കൃഷ്ണകുമാർ പറഞ്ഞേ, എന്റർ പാസ്വേഡിൽ ഏതാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? അതിലും റിട്ടേൺ സെൽഫ് റിട്ടേൺ സെൽഫ് തന്നെ കൊടുത്തോളൂ. ഇനി ക്ലിക്ക് ലോഗിനിൽ ഏതാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? third rule. അപ്പൊ അതെങ്ങനെയാ കൊടുക്കുക? റിട്ടേൺ അഖിലേന്ദുവിന്റെ റെസ്പോൺസ് ഒന്നും കേട്ടിയില്ല. ന്യൂ ടൈപ്പ് ചെയ്തോളൂ. ന്യൂ സ്പേസ് ഹോം പേജ്, നമ്മുടെ ക്ലാസിന്റെ പേര്. ഹോം പേജിന് എങ്ങനെയാ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അവിടെ ക്യാപിറ്റൽ സ്മോൾ എല്ലാം കൺസിഡർ ചെയ്യും കേട്ടോ. അവിടെ അല്ല, ഹോം പേജ് ക്ലാസ് ഹോം പേജ് എച്ചും പിയും ക്യാപ്സ് ആണ്. ബ്രാക്കറ്റ്സിൽ എന്തായിരിക്കും പാസ് ചെയ്യേണ്ടത്? ഹോം പേജിൽ നമ്മളൊരു കൺസ്ട്രക്ടറിനെ വെക്കുന്നില്ലേ, ഡ്രൈവറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ? എല്ലാ പേജ് ക്ലാസ്സിലും നമുക്ക് ഒരു ഡ്രൈവറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ടർ, അല്ലേ? എന്താ പാസ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ്സിൽ ലോഗിൻ പേജിൽ നിന്ന്? self.driver കറക്റ്റ്. അത് import this name. നൗ എന്നാണോ അവിടെ കൊടുത്തേ? NEU അല്ലേ? റിട്ടേൺ ന്യൂ തന്നെയാണല്ലോ കൊടുക്കേണ്ടത്. വൺ സെക്കൻഡ്. ന്യൂ വേണ്ട, ന്യൂ ഇല്ല, സോറി, മൈ ബാഡ്. ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇതേപോലെ ഹോം പേജിൽ ഒന്ന് ചെയ്തേ. ഇതാണ് കൃഷ്ണകുമാർ പറയാ കേട്ടോ. ഹോം പേജ് എടുത്തോടാ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മൾ ഓൾറെഡി ഡ്രൈവർ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഹോം പേജിന് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യുവല്ലേ ചെയ്യുന്നത്? ഇപ്പോ ഹോം പേജിലേക്ക് കിട്ടേണ്ടത് നമ്മളുടെ ഈ ഡ്രൈവറിന്റെ ഇൻസ്റ്റൻസിനെ അല്ലേ? അപ്പൊ പുതിയൊരു ഡ്രൈവറിന്റെ ഇൻസ്റ്റൻസിനെ കിട്ടിയാ നമ്മൾ ഇതുവരെ ചെയ്ത ഡാറ്റ ഉണ്ടാവുമോ അതിന്റെ അകത്ത്? ഇല്ല. നമുക്കിതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ self.driver കൊടുക്കുന്നത്. ഇനി ഹോം പേജ് എടുത്തേടാ. കൃഷ്ണകുമാർ പറഞ്ഞേ, അല്ല ഓക്കെ, ഇത് അഖിലേന്ദു പറഞ്ഞേ. നമ്മുടെ ഡെഫ് ഹോം പേജ്, അതായത് നമ്മുടെ ടോഗിൾ ബട്ടന്റെ ക്ലിക്ക് അല്ലേ? ഈ ഫംഗ്ഷൻ എന്തിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? അഖിലേന്ദു പറയടാ. ഹോം പേജിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ലോഗിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ അഡ്മിൻ ഐക്കണിനെ ക്ലിക്ക് ചെയ്യുന്നില്ലേ?
ആ ആ വെബ് എലമെന്റ് ഇന്ററാക്ഷൻ ആണ് ഇനി ചെയ്യാനുള്ളത്. അഡ്മിൻ ആവുമ്പോൾ സെൽഫ് തന്നെ റിട്ടേൺ സെൽഫ്, റിട്ടേൺ സെൽഫ് കൊടുത്തോ. ലോഗൗട്ട് ലോഗിൻ പേജ്, ലോഗിൻ റിട്ടേൺ ടു ലോഗിൻ പേജ്. കൊടുത്തോളൂ. ലോഗൗട്ടിന് ലോഗിൻ പേജിന് റിട്ടേൺ ചെയ്തോളൂ. ഇനി കൃഷ്ണകുമാർ പറയാട്ടോ. ഹോം പേജിൽ നമ്മൾ അഡ്മിൻ ടൈൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യേണ്ട. ഏതാടാ പേജില് ഞാൻ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് അഡ്മിൻ ടൈലിൽ ക്ലിക്ക് ചെയ്യുന്നത് പിന്നെ ലോഗ് ഔട്ട് ചെയ്യുന്നതായിരുന്നു. ഹോം പേജിലാ? ആ ഓക്കെ, അത് അവിടെ നിന്നോട്ടെ, ആസ് ഓഫ് നൗ അവിടെ നിന്നോട്ടെ, പ്രശ്നമില്ല. അപ്പോ അഡ്മിൻ ടൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിൻ പേജിലേക്ക് പോകണമെന്ന് റിട്ടേൺ ചെയ്യണം. പറയാം, അതിലേക്ക് വരാം. അതിലേക്കാണ് ഞാൻ നെക്സ്റ്റ് റൂൾ, അതിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അഡ്മിൻ പേജ് എടുത്തോ. നമ്മുടെ ഈ അഡ്മിൻ പേജില് ആദ്യത്തെ ടൈല്, ഫസ്റ്റ് നമ്മുടെ ടൈൽ ക്ലിക്ക് അല്ലേ വരുന്നേ? അതെ. ഇവിടെ ഏതൊക്കെ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. സെൽഫ് ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഫസ്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു എലമെന്റ് നമ്മുടെ മാനുവലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏത് UI പേജിലാണോ വരുന്നത് അതാത് പ്ലേസിൽ വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലേ? നമ്മുടെ ഈ അഡ്മിന്റെ ടൈല് വരുന്നത് ഏത് പേജിലാണ്? ഹോം പേജ്. ഹോം പേജ്. അപ്പോ ഈ click_admin എന്ന് പറഞ്ഞ കോഡ് എവിടെയാ വരേണ്ടത്? കൃഷ്ണകുമാർ പറഞ്ഞേടാ. ഹോം പേജിൽ കൊണ്ടിടും. ഹോം പേജിൽ കൊണ്ടിടണം, കറക്റ്റ്. ഹോം പേജിൽ അതിനെ മാത്രം ആ click_admin എന്ന് പറഞ്ഞ കോഡിനെയും അതിന്റെ ലൊക്കേറ്ററിനെയും കൂടി നമ്മളുടെ ഹോം പേജിൽ കൊണ്ടുപോയിട്ടോ. അതേത് സ്ഥലത്ത്? ഇത് മൊത്തത്തില്. അത് മൊത്തത്തില്. അത് എന്റെ ഇതില് എടുക്കുന്നുണ്ട് ചെയ്യുന്നത്. അലീന ചെയ്യണ്ട, അലീനയുടെ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. എന്റെ ഹോം പേജിൽ ഒരു അഡ്മിൻ ടൈൽ ക്ലിക്ക് ദെൻ ലോഗ് ഔട്ട് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. എങ്ങനെ? ഒരു അഡ്മിൻ ടൈൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ലോഗ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഹോം പേജിൽ. ഹോം പേജിൽ. അപ്പൊ അത് ഒരു സിംഗിൾ ഇതിലാണോ രണ്ടും എഴുതിയിട്ടുള്ള? ഒരു സിംഗിൾ ഫംഗ്ഷനിലാണോ രണ്ടും? രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. ലോഗ് ഔട്ടിന് ഒരു ഫംഗ്ഷൻ, അതല്ലടാ, ആ അഡ്മിൻ ഐക്കൺ അല്ല പറയുന്നേ, അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ അഡ്മിൻ ഐക്കൺ അല്ലേ? ആ അതെ അതെ. അപ്പൊ അതല്ലേ, അത് റിട്ടേൺ സെൽഫ് തന്നെ. സെൽഫ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതാ? നമ്മുടെ ഒരു അഡ്മിൻ ടൈല് ക്ലിക്ക് ചെയ്യുന്നില്ലേ? ആ അഡ്മിൻ ടൈലിന്റെ കോഡ് എവിടെയാ കിടക്കുന്നേ? അഡ്മിൻ പേജിൽ. അഡ്മിൻ പേജിൽ. അത് നമ്മളുടെ ഫസ്റ്റ് റൂൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എവിടെയാണ് വരേണ്ടത്? ഹോം പേജിൽ. ഹോം പേജ്. അപ്പൊ അത് കട്ട് ചെയ്യുക, അതിനെ നേരെ എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക? ഹോം പേജിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക, അതിന്റെ ലൊക്കേറ്ററിനെ പ്ലേസ് ചെയ്യുക. ചെയ്തോ? കമന്റ് ചെയ്താലും മതിയല്ലോ അല്ലേ? ഫോർ നൗ കമന്റ് ചെയ്തോളൂ. ഡെമോ ടൈമിൽ അത് റിമൂവ് ചെയ്യണം കേട്ടോ. ഡെമോ ടൈമിൽ കുറേ കോഡ് കമന്റഡ് ആയിട്ട് കണ്ടാൽ വൃത്തികേടാണ്. ഒരു ഡൗട്ട്, അപ്പം UI അനുസരിച്ച് ഒരു പേജിൽ കാണുന്ന എല്ലാം ഒരു പേജിൽ കൊണ്ടിടും? അതെ അതെ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, ഹോം പേജിലേക്ക് വരൂ. നമ്മൾ ഹോം പേജിൽ ഇപ്പൊ ഒരു കോഡ് കണ്ടിട്ടില്ലേ, അത് കറക്റ്റ് ചെയ്യണ്ടേ? ഇവിടെ ഇപ്പോ ഹോം പേജിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ
നമ്മുടെ ഈ അഡ്മിൻ ടൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഏത് പേജിലേക്കാ പോകുന്നത്? അഡ്മിൻ പേജ്. അപ്പൊ ഇവിടെ അഡ്മിൻ പേജ് എന്താടാ? അല്ല, അഡ്മിൻ പേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ അഡ്മിൻ പേജിലേക്ക് പോകുമ്പോ ഇവിടെ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ അഡ്മിൻ പേജ്. യെസ്, കറക്റ്റ്. റിട്ടേൺ അഡ്മിൻ പേജ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ കോഡ് ഇപ്പം ഇതല്ല, വേറെ എന്തെങ്കിലും ഒരു സൈറ്റിന്റെ എന്തെങ്കിലും കോഡ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതി തുടങ്ങത്തുള്ളൂ? ഫൈനലി ആണോ നമ്മൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്? ഫൈനലി ആണ് ചെയ്യുക. ബിക്കോസ് ചെയിനിങ് എന്ന് പറയുന്നത് എൻഡിൽ ചെയ്യേണ്ട പ്രോസസ് ആണ്. ചെയിനിങ് ചെയ്ത് നല്ലോണം പ്രാക്ടീസ്ഡ് ആയവര് പിന്നെ എന്താ പറയാ, തുടക്കത്തിലെ ചെയിനിങ്ങും പേജ് ഒബ്ജക്ട് മോഡലും അതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അതെന്താ പറയാ, ഈ ഒരു റൂൾസ് ഫോളോ ചെയ്ത് ശീലമുള്ളവരുണ്ടാവുമല്ലോ. അതായത് വൺ ടൈം ഗോയിൽ തന്നെ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുമെന്ന് വൺസ് കോൺഫിഡന്റ് ആയാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മനസ്സിലായടാ? ഇനി അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റായി. ഇനി അഡ്മിൻ പേജ് എടുത്തോ. മാം ഒരു സെക്കൻഡ്, എനിക്ക് അഡ്മിൻ പേജ് അഡ്മിൻ ടൈൽ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി. അഡ്മിൻ പേജിൽ നമുക്ക് പൊതുവെ ഉള്ള 3 ഫംഗ്ഷൻ അല്ലേ ഉണ്ടായിരുന്നു? രണ്ട് ഫംഗ്ഷൻ, ഒന്ന് ക്ലിക്ക് അഡ്മിനും പിന്നെ ലോഗൗട്ടും. ഇതും അല്ലടാ, ഹോമിലല്ലായിരുന്നോ? അത് ഹോം പേജില്. അതെ, ഹോം പേജിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ലോഗൗട്ടും പിന്നെ അഡ്മിന്റെ ക്ലിക്കും. ഇതിപ്പം 3 ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ കിടക്കുന്നു. ഡിഫൈൻ ഹോം പേജ് ഒരെണ്ണം, ഡിഫൈൻ ലോഗൗട്ട്. ഡിഫൈൻ ഹോം പേജ് ഇപ്പൊ എവിടുന്നാണ്? ഏതാടാ ഡിഫൈൻ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്? അഡ്മിൻ ക്ലിക്ക് ആടാ. അഡ്മിൻ ക്ലിക്ക് അല്ല അത്, അഡ്മിൻ ക്ലിക്ക് തന്നെ. താഴെ അഡ്മിൻ ക്ലിക്ക് എന്താ? അത് നമ്മുടെ അഡ്മിൻ ടൈല്. മാം, അതിന് ഹോം പേജിന്റെ ടെസ്റ്റ് കേസിൽ നമ്മൾ അഡ്മിൻ ടൈല് ക്ലിക്ക് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റൂള് പ്രകാരം എവിടെ യുഐയിൽ വരുന്നേ? അതല്ല കേട്ടോ ക്ലിക്ക് ചെയ്തത്. അതായത് ഈ ഒരു പേജില് അഡ്മിൻ ടൈല് കിടപ്പുണ്ട്, ന്യൂസ് ടൈല് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ കൊണ്ടിടുമല്ലോ ഹോം അണ്ടർസ്കോർ പേജില്. കറക്റ്റ്. അഡ്മിൻ ടൈലും ന്യൂസ് ടൈലും വരേണ്ടത് ഹോം പേജിൽ തന്നെയാണ്. കറക്റ്റ്. ഡൗട്ട് ഉണ്ടോ? ഫുൾ ഡൗട്ട് ആയി പോയി മാം. അതെ, നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താണ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആയി. ഇപ്പം ആ 3 റൂൾസിനനുസരിച്ച് മനസ്സിലായി. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഉള്ള ഡെഫിനിഷൻസിനകത്ത് തന്നെയല്ലേ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതും ഏത് റിട്ടേൺ ചെയ്യണമെന്ന് എഴുതേണ്ടതും. പക്ഷെ ഇത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടൊക്കെ മാറ്റി എഴുതും. അത് എഴുതാനുള്ള കാരണം എന്താ? നമ്മളുടെ ഇതിന്റെ ഫസ്റ്റ് റൂള് എന്തായിരുന്നു? നമ്മുടെ ചെയിനിങ്ങിന്റെ ഫസ്റ്റ് റൂൾ എന്താ ഞാൻ പറഞ്ഞേ? ഇന്ററാക്ഷൻ സെയിം പേജിൽ തന്നെ ആണെങ്കിൽ അല്ല, സോറി, അതായത് യുഐയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏത് പേജിലാണോ ആ എലമെന്റ് കിടക്കുന്നത്, ആ പേജ് ക്ലാസിന്റെ ആ കറസ്പോണ്ടിങ് പേജിൽ വേണം നമ്മൾ അതിന്റെ ഇന്ററാക്ഷനെ പ്ലേസ് ചെയ്യാൻ. അതല്ലേ റൂള്? അല്ലേ?
ഇപ്പൊ ഞാൻ മനസ്സിലായി. ഇപ്പൊ ആ ഒരു പേജ് ആദ്യമായിട്ട് ഞാനൊരു പേജ് എടുക്കുന്നത് ഹോം പേജ്. ആ ഹോം പേജിൽ ഓൾറെഡി 3 ഡെഫിനേഷൻസ് ഉണ്ട്, അല്ല 2 ഡെഫിനേഷൻസ് ഉണ്ട്. ആ ഉം, 2 ഡെഫിനേഷൻസിൽ ഞാൻ റിട്ടേൺ ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തു. ഉം. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഏതൊക്കെ ചെയ്തു? ഹോം പേജ് ചെയ്തു, ലോഗിൻ പേജ് ചെയ്തു. കഴിഞ്ഞില്ലേ നമ്മുടെ 2 പേജസിന്റെ ചെയിനിങ് ഓഫ് ഫങ്ഷൻസ് ചെയ്തു കഴിഞ്ഞില്ലേ? അത് രണ്ടും കംപ്ലീറ്റ് ആയില്ലേ? അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല. എടാ ഈ 2 പേജ് ക്ലാസ്സസിലും നമ്മൾ ഈ പറഞ്ഞ 3 റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്തെടുക്കാം, അഡ്മിൻ പേജിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അഡ്മിൻ പേജില് ഫസ്റ്റത്തെ വെബ് എലമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അഡ്മിൻ ടൈലിന്റെ ക്ലിക്ക് ആണ് അല്ലെ? അതെ. അപ്പൊ അഡ്മിൻ ടൈലിന്റെ ക്ലിക്ക് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റൂൾ വെച്ചിട്ട് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഹോം പേജിൽ. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ അഡ്മിൻ പേജിൽ ഉണ്ടായിരുന്ന ഈ കോഡിനെ കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു? ഹോം പേജിലോട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. കറക്റ്റ്. ഞാനില്ലേ നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക് ഇംപ്ലിസിറ്റ് വെയിറ്റ് അല്ലെ, എക്സ്പ്ലിസിറ്റ് വെയിറ്റ്. ആ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് അഡ്മിൻ ടൈലിനാണ് കൊടുത്തിരുന്നത്. അത് വേറെ നമുക്ക് മാറ്റി കൊടുക്കാം, കുഴപ്പമില്ല. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡിലേ വരും. അപ്പം ആ അഡ്മിൻ ടൈലാണ് ഇപ്പം ഹോം പേജിൽ ഇപ്പൊ കാണുന്ന തേർഡ് ഫംഗ്ഷൻ ആയിട്ട് കിടക്കുന്നത്. അതെ. അന്നേരം ഞാൻ അഡ്മിൻ പേജിൽ അത് റൂൾ ഔട്ട് ചെയ്യണോ, അതോ അതോടെ കിടക്കണോ? എവിടെ? അഡ്മിൻ പേജിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ കോപ്പി ചെയ്യത്തില്ലേ ഹോം പേജിലോട്ട്, അല്ലെ? എന്നിട്ട് അഡ്മിൻ പേജിൽ നിന്ന് അത് റിമൂവ് ചെയ്യണോ? റിമൂവ് ചെയ്യണം. 2 സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, നമ്മുടെ റൂള് വയലേറ്റ് ചെയ്തില്ലേ? ഇപ്പൊ 4 പേജ് ഉണ്ടായിരുന്നപ്പോ 2 പേജ് ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് ആദ്യം മാറ്റിയിട്ടാണ് തേർഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പം അല്ലാതെ 4 പേജിലും ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണോ, അതോ 2 പേജിലേ ചെയ്യാൻ പാടുള്ളൂ? 2 പേജിൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. ഷെയർ ചെയ്യാണ്. ഷെയർ. നീ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. അതായത് എടാ ഞാൻ ചോദിക്കുമ്പോ തന്നെ എനിക്കും കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് മനസ്സിലായി, നിന്റെ ചോദ്യം കേട്ടപ്പോഴേ തോന്നി നീ എവിടെയോ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന്. പറഞ്ഞോ. ഇപ്പൊ ആദ്യം നമ്മള് ലോഗിൻ പേജില് റിട്ടേൺ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്ന് എഴുതി. കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഹോം പേജിൽ എഴുതി. കറക്റ്റ്. എന്നിട്ട് അഡ്മിൻ പേജിലോട്ട് പോയപ്പോഴാണ് ഫസ്റ്റ് ഇത് ഹോം പേജിലോട്ടാണ് പോകണ്ടേന്ന് വെച്ചിട്ട് ഇപ്പൊ ഹോം പേജിലോട്ട് എഴുതുന്നത്. അതെ, കറക്റ്റ്. ഇതിപ്പോ ആദ്യമേ ഈ ഓരോ പേജിലും എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതിയോ? മതി. അല്ലെ, ഇപ്പൊ നേരത്തെ ആ ഹോം പേജിൽ ചെയ്തപ്പോ റിട്ടേൺ സെൽഫ് എന്നൊക്കെ എഴുതിയില്ലേ, അതേപോലെ അഡ്മിൻ പേജിലും പോയിട്ട് റിട്ടേൺ സെൽഫ്, റിട്ടേൺ അത് അങ്ങനെ ഓരോ ഫംഗ്ഷനും എഴുതി കഴിഞ്ഞിട്ട് എടാ അങ്ങനെ തന്നെ ആവശ്യമില്ലല്ലോ. കാരണം അഡ്മിൻ എടാ ഇവിടെ നമ്മൾ ക്ലിക്ക് അഡ്മിൻ ടൈലിന് നമ്മൾ റിട്ടേൺ ഹോം പേജ് അല്ല കൊടുക്കുക. അത് റിമൂവ് ചെയ്തേ. റിട്ടേൺ ഹോം പേജ് അല്ല കൊടുക്കണ്ടേ, ഫസ്റ്റ് റിമൂവ് ചെയ്. ഓക്കെ. ഇനി ഈ അഡ്മിൻ ടൈലിനെ അഡ്മിൻ ടൈലിനെ നമ്മുടെ ഹോം പേജിന്റെ അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോ ഏത് പേജിലേക്കാ നാവിഗേറ്റ് ചെയ്യുന്നേ?
യൂസേഴ്സിന്റെ പേജിലോട്ട്. അഡ്മിന്റെ പേജിലേക്ക് അല്ലേ? യൂസേഴ്സിന്റെ ആ പേജിലേക്ക് അല്ലെങ്കിൽ അഡ്മിൻ പേജിലേക്ക് എന്ന് പറയാം അല്ലേ? ആ അപ്പൊ നമ്മുടെ അഡ്മിൻ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്നാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നതെങ്കിൽ റിട്ടേൺ സെൽഫ് എന്ന് കൊടുക്കും അല്ലേ? ആ അല്ല, ഒന്നുകൂടെ പറഞ്ഞേ. അതുപോലെ നമ്മളത് ഹോം പേജിൽ നിന്നാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ പറയൂ. ഹോം പേജിൽ നിന്നേ ഹോം പേജ് അല്ല, അതിന് മുന്നേ ചോദിച്ചത് അഡ്മിൻ ടൈല് ഞെക്കുമ്പോ അഡ്മിനിലാണ് പോകുന്നത്. ആ ആ. പിന്നെ അഡ്മിൻ ചോദിച്ച ടൈല് question. ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിൻ പേജിലേക്കാണ് പോകുന്നത്. ഉം. അപ്പൊ നമ്മളുടെ ഇപ്പൊ ആസ് ഓഫ് നൗ ഉള്ളത് എങ്ങനെയാണ് അതുപോലെ നിൽക്കട്ടെ. എൻ്റർ അണ്ടർസ്കോർ അഡ്മിൻ ടൈൽ അത് ആസ് ഓഫ് നൗ എങ്ങനെയാണോ അതുപോലെ നിന്നോട്ടെ. ഇവിടുന്ന് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഇവിടുന്ന് അത് റീഡയറക്ട് ചെയ്യുന്നത് അഡ്മിൻ പേജിലോട്ടല്ലേ? പക്ഷെ അഡ്മിൻ നമുക്ക് അഡ്മിൻ പേജിലേക്കാണ്. പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇത് അഡ്മിൻ പേജ് അല്ലേ? സെയിം പേജ് അല്ലേ? ആ അതെ അതെ. അപ്പൊ നമ്മളിവിടെ എന്താ റിട്ടേൺ ചെയ്യാ? റിട്ടേൺ സെൽഫ്. റിട്ടേൺ സെൽഫ്. ഇനി നമ്മൾ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മളുടെ ഹോം പേജിൽ കൊണ്ടുപോയി ഈ കോഡിനെ കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, റിട്ടേൺ സെൽഫ് അപ്ലൈ ചെയ്തതിന് ശേഷം റിട്ടേൺ സെൽഫ് ഇട്ടോ. ഉം. ഇനി ഈ കോഡിനെ നേരെ കട്ട് ചെയ്തോ. എന്നിട്ട് ഹോം പേജിൽ കൊണ്ടുപോയി ഈ കോഡിനെ അങ്ങിട്ടെ. എന്നിട്ട് ഹോം പേജിൽ പോയേ. മാം ഇതിൽ റിട്ടേൺ സെൽഫ് ഇടണമായിരുന്നോ? വേണ്ട വേണ്ട, ഞാൻ പറയാം, അവിടേക്ക് വരാം. നിക്ക് ഒരാൾ എല്ലാരും കൂടെ ഒരുമിച്ച് ചോദിക്കല്ലേ. പുള്ളി ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ. 1 സെക്കൻഡ്. ഇനി ആ അഡ്മിൻ പേജിലെ ലൊക്കേറ്റർ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേടാ. കട്ട് ചെയ്തോ അവിടുന്ന്. അവിടുന്ന് അവിടെയല്ല എവിടെ നമ്മൾ പ്ലേസ് ചെയ്തേ? കൺസ്ട്രക്ടറിന്റെ ഉള്ളിലല്ലേ? അവിടെ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കേ. ഈ കോണ്ടെക്സ്റ്റില് ഇപ്പൊ കറന്റ്ലി ഇത് ഹോം പേജിലാണ് നിൽക്കുന്നത് അല്ലേ? ഈ ഒരു അഡ്മിൻ ടൈല് നിൽക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ഹോം പേജിലാണ് അല്ലേ? ഒരു മിനിറ്റ്, നമ്മൾ എന്തിനാ ഇപ്പൊ ഹോം പേജിലോട്ട് വന്നത്? ഇതിനെ എന്തിനാ ഹോം പേജിൽ കൊണ്ടുവച്ചത്? നമ്മുടെ ഫസ്റ്റ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഫസ്റ്റ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? റീഡയറക്ഷൻ അത് തന്നെ അതിലായിരുന്നല്ലോ. അല്ല, എങ്ങോട്ടും ഇന്ററാക്ഷൻ നടക്കുന്നില്ല, അഡ്മിൻ പേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലല്ലോ, ടൈല് ക്ലിക്ക് ചെയ്യുമ്പോ അഡ്മിൻ പേജിലേക്ക് പോകുന്നില്ലേ ഹോം പേജിൽ നിന്ന്? അപ്പൊ ഹോം പേജ് എടുക്കുക. ഇനി ഈ ഹോം പേജിന്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് നോക്കിക്കേ. ഹോം പേജിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോ ഈ അഡ്മിൻ ടൈലിനെ ക്ലിക്ക് ചെയ്യുമ്പോ എവിടേക്കാ പോവേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് അഡ്മിൻ പേജിലേക്ക് പോവും അല്ലേ? അപ്പൊ ഇവിടെ സെൽഫിന് പകരം എന്താ വരേണ്ടത്? റിട്ടേൺ അഡ്മിൻ പേജ്. കറക്റ്റ്. അതിന്റെ ലൊക്കേറ്റർ നമ്മൾ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണല്ലേ? പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തോ ലീന? ഇപ്പൊ ക്ലിയർ ആയോ? ഇത് ആവശ്യമാണോ? ഇത് കൊള്ളത്തില്ല.
കൊള്ളത്തില്ല അതുകൊണ്ട് കാര്യമില്ല, ചെയ്തേ പറ്റുള്ളൂ. കൊള്ളത്തില്ല അതുകൊണ്ട് യാതൊരു നമ്മള് കാര്യമില്ല. എന്താ ഓട്ടോമേറ്റ് ചെയ്യുമ്പോ ഈ ചെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് മസ്റ്റ് ആണോ? മസ്റ്റ് അല്ല, പക്ഷെ പ്രിഫേർഡ് ആണ്, ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിലബസിൽ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി. കൊള്ളത്തില്ല എന്നുള്ളത് എല്ലാവരും പൊതുവെ പറയുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതുവരെ മനസ്സിലായോ? ചെയ്തു വന്ന എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പോ ഈ സാധനം ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പം മാം അവിടെ പറയുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ, ന്യൂസ് പേജ് എടുത്തേ. ന്യൂസ് പേജിൽ നമുക്ക് ഇതേപോലെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇല്ലേ? മാനേജ് സ്റ്റൈല്. മാനേജ് സ്റ്റൈൽ. അപ്പൊ ഈ കോഡിനെ നേരെ പിടിച്ച ഹോമിൽ കൊണ്ടുപോയിട്ടേ. ആ ഇവിടെ എന്താ റിട്ടേൺ ലൊക്കേറ്ററിനെ കൊണ്ടുവരണടാ, അത് വിട്ടുവരുത്. ഇനി റിട്ടേൺ, ഇനി എന്താ റിട്ടേൺ ചെയ്യണ്ടേ? എന്തിനാണോടാ നോക്ക്, ഇത് ന്യൂസ് സ്റ്റൈൽ അല്ലേ ക്ലിക്ക് ചെയ്തേ? ന്യൂസ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോ ഏത് പേജിലേക്കാ പോവുക? മാനേജ് സ്റ്റൈലില് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂസ് പേജ്. ന്യൂസ് പേജ്. അപ്പൊ റിട്ടേൺ ന്യൂസ് പേജിന്റെ പി ക്യാപ്സ് ആയിരിക്കും. നോക്കിക്കേ, ന്യൂസ് എന്ന് മാത്രം അല്ലെ? അപ്പൊ ന്യൂസ് എന്ന് കൊടുത്താൽ മതി അവിടെ. ന്യൂസ് ഇമ്പോർട്ട് ചെയ്തേ. ഓക്കെ, സേവ് ചെയ്യൂ. മറ്റേ ന്യൂസ് പേജിന്റെ അടുത്ത് കമന്റ് റിമൂവ് ചെയ്തായിരുന്നോ? അഡ്മിനൊന്നും കമന്റ് ചെയ്യണേ. മാനേജ് സ്റ്റൈൽ നമ്പർ 17, 18, 19. ഇനി നമുക്കതിൽ ബാക്കിയുള്ള അഡ്മിൻ പേജിലും ന്യൂസ് പേജിലും ബാക്കിയുള്ള വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ്, അതിന്റെ റിട്ടേൺ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ? അവിടെ നിങ്ങൾക്ക് ആകെ ഒറ്റ റൂളെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടു, സെക്കൻഡ് റൂള് മാത്രം. വേറെ ഒരു റൂളും ഇംപ്ലിമെന്റ് ചെയ്യാനില്ല. ഇനി അഡ്മിൻ പേജിലും ന്യൂസ് പേജിലും വേറെ കുറച്ച് വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ് ഇല്ലേ? അതിലെല്ലാം നമ്മുടെ സെക്കൻഡ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് റിട്ടേൺ സെൽഫ് എന്ന് കൊടുക്കണം. ഓക്കെ, അഡ്മിൻ പേജിലും ന്യൂസ് പേജിലും എന്ത് ചെയ്യണം? റിട്ടേൺ സെൽഫ് എന്ന് കൊടുക്കണം. ഓക്കെ, എല്ലാ ഫങ്ഷൻസിനും സെൽഫിനെ റിട്ടേൺ ചെയ്യിച്ചിരിക്കണം. ചെയ്യാൻ പറ്റത്തില്ലേ അത്? ന്യൂ യൂസർ നെയിം, ന്യൂ പാസ്വേഡ് എല്ലാറ്റിൻ്റെയും താഴെ കൊണ്ടുവന്ന് റിട്ടേൺ സെൽഫ് അടിക്കുക. അത്രേ ഉള്ളൂ പണി. ഓക്കെ, ഇതേപോലെ അഡ്മിൻ പേജിലും ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മൺഡേക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണിത്. നാളെ ലീവാണ്. അല്ല, നാളെ ഉണ്ടല്ലോ അല്ലെ? നാളെ ഫ്രൈഡേ ആണല്ലോ അല്ലെ? നാളെ ഉണ്ടടാ. ഹോം പേജ് ലോഗിൻ പേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതെ, ഇപ്പൊ ഒരു 10 പേജ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി സ്റ്റെപ്പ് 1 ചെയ്യുന്നത് ഏത് പേജാണോ
മാനുവലി ടെസ്റ്റ് ചെയ്യുമ്പം ചെയ്യുന്നത് എവിടാണോ ആ 2 പേജസ് ആണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ? അതെ അതെ. അത് മോസ്റ്റ് പ്രോബബ്ലി എപ്പോഴും ലോഗിൻ പേജോ രജിസ്റ്റർ പേജോ ഒക്കെ ആയിരിക്കുമല്ലോ. പിന്നെ അടുത്തൊരു പണി, നമ്മൾ കുറേ സ്ഥലത്ത് ഇവിടെ എക്സൽ യൂട്ടിലിറ്റി ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇല്ലേ? എക്സൽ യൂട്ടിലിറ്റിയുടെ കോഡ് നമ്മളുടെ ടെസ്റ്റ് ക്ലാസ്സുകളിൽ വിളിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഇല്ലേ? എവിടെയാ? ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനോ ഏതെങ്കിലും എടുത്തോളൂ. ഇവിടെയെല്ലാം എക്സൽ യൂട്ടിലിറ്റി ഓഫ് ഡബിൾ കോട്ട്സിലല്ലേ നമ്മളത് പാസ് ചെയ്യുന്നേ പാത്തിനെ. ഈ പാത്ത് നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ഡബിൾ കോട്ട്സ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക? കോൺസ്റ്റൻസ് ഡോട്ട് ടൈപ്പ് ചെയ്തോളൂ. ആ ഡബിൾ കോട്ട്സ് ഒഴിവാക്കൂ. അല്ല അത് ആ കമാൻഡ് അതവിടെ തന്നെ നിന്നോട്ടെ. അല്ല അതെനിക്ക് പിന്നീട് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ കോപ്പി പേസ്റ്റ് ചെയ്തോടാ, ടൈപ്പ് ചെയ്യണ്ട. പിന്നെ ആ ഡബിൾ കോട്ട്സിന് പകരം കൊടുത്തു കോൺസ്റ്റന്റ് ഡോട്ട് കോൺസ്റ്റൻസ് അല്ലടാ, കോൺസ്റ്റന്റ് അല്ലായിരുന്നോ ഫയലിന്റെ പേര്? കോൺസ്റ്റന്റ് ഡോട്ട് കോൺസ്റ്റന്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തേ. ഡോട്ട് ഫയൽ അണ്ടർസ്കോർ പാത്ത്. ഇതേപോലെ നമ്മളുടെ എല്ലാ ടെസ്റ്റ് ക്ലാസ്സസിലും എവിടെയെല്ലാം നമ്മൾ എക്സൽ യൂട്ടിലിറ്റി ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ എല്ലായിടത്തും കോൺസ്റ്റന്റ് ഡോട്ട് എന്ന് പറഞ്ഞത് പാസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? അതായത് നിങ്ങൾ ഈ ഒരു ചേഞ്ച് ചെയ്തതിന് ശേഷം എവിടെയും ഞാൻ ഡബിൾ കോട്ട്സിൽ നമ്മുടെ ഫയൽ പാത്ത് കാണരുത്. മനസ്സിലായടാ? വേദനയാണോ? മാം നമ്മള് അസേർഷന്റെ ഫംഗ്ഷനും പേജിൽ എഴുതുന്നില്ലേ, അപ്പൊ അവിടെ നമ്മൾ റിട്ടേൺ സെൽഫ് കൊടുക്കൂ? അതിന് റിട്ടേൺ വേണ്ട, ഓക്കെ. അസേർഷൻ ഒഴികെ ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അതുപോലെ നിങ്ങൾ എവിടെയാണോ URL അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങളുടെ URL അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ conf+py ആണെങ്കിൽ conf+py എടുക്കുക. ആ ഡോട്ട് ഗെറ്റ് ഓഫ് ഡബിൾ കോട്ട്സിൽ ഒഴിവാക്കാം. അപ്പോ എന്നിട്ട് അവിടെ കൊടുക്കാം കോൺസ്റ്റന്റ് ഡോട്ട് URL. കോൺസ്റ്റന്റ് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അവിടെ അതാ ഫസ്റ്റ് ആ സെഷൻ എടുത്തോളാം. ഓക്കെ ആയോ? അപ്പൊ നാളേക്ക് ചില ടാസ്ക്സ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേടാ? സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ?
എന്താടാ? ഓക്കേടാ, ശരി. എന്ന സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.